പക്ഷേ ഈ കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായിട്ട് ആ സ്ഥലത്ത് വയനാട് MP പ്രിയങ്ക ഗാന്ധി ഇതുവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ള ആക്ഷേപം. ഇത്രയും ദിവസം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തേണ്ട ആൾ MP അർത്ഥമുള്ള ജനപ്രതിനിധിയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ KPCC പ്രസിഡന്റിനോടോ AICC പ്രസിഡന്റിനോടോ ചോദിക്കുന്ന കാര്യം MM ഈ പാവം എന്നോട് ചോദിച്ചു. അത് അവർക്ക് അന്തോ കുന്തോ വല്ലതും ഉണ്ടോ? നെഹ്റു കുടുംബത്തിൻ്റെ മകളുടെ മകൻ്റെ കൊച്ചുമകൻ്റെ മകളോ ഏതാണ്ടാണെന്നും പറഞ്ഞ് MP MLA ഒക്കെ ആയത് ആ ഫാമിലി വെച്ച് ചുമ്മാ പൂക്കുന്നപ്പം മൈസൂർ ആയതുപോലായ വയനാട് മുഴുവൻ താന്നു പോയാലും പ്രിയങ്ക ഗാന്ധി വരികയില്ല. അതേമേ MM മണിയാണ് ചെല്ലും. അവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അന്നേരം ചെല്ലും. ഇതുവരെ ചെന്നിട്ടുണ്ട്. MM മണിയുടെ പാർട്ടിക്കാരും ചെല്ലും. അതാണ്. ആശാൻ മന്ത്രിയാക്കിയപ്പോഴത്തേക്ക് ഇവരൊക്കെ ഭയങ്കര വിമർശനമായിരുന്നു. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് മന്ത്രിയായപ്പോ ഇങ്ങനെ പവർക്കെട്ടിരുന്ന് കാണുമ്പോൾ ആശാനൊരു സന്തോഷമൊക്കെ ഉണ്ടോ? പിന്നെ സന്തോഷം. എന്നാലും പക്ഷേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നോർക്കുമ്പോൾ ദുഃഖമുണ്ട്. പവർക്കെട്ട് വരുമ്പം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഓരോ വീടുകളിലും പ്രശ്നമാണ്, ഇരുട്ടാണ്, ബുദ്ധിമുട്ടാണ്. അതിൽ ദുഃഖമാണുള്ളത്, അമർഷമുണ്ട്. അത് ക്ഷണിച്ച് വരുത്തുകയാണ് സതീശനും കൂട്ടരും. ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. ഏതെങ്കിലും നിലയിൽ വൈദ്യുതി ഇപ്പം വെള്ളം കുറവാണ്, മഴ കുറവുണ്ടെന്നുള്ളത് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിന് വൈദ്യുതി വേറെ ഉണ്ടാക്കുന്നതിന് കിട്ടുമല്ലോ ഈ രാജ്യത്ത്. താപനിലയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അതൊക്കെ വാങ്ങിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് പകരം ചുമ്മാ കൈ കഴുകിയ നിലപാട് പിന്നെ തട്ടിപ്പിൻ്റെ ഏർപ്പാടാണ്. അല്ല പറഞ്ഞ വഞ്ചനയെന്ന് പറയും. ഇയാൾ അധികാരത്തെ തുടരാൻ കഴിയില്ല, കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിയില്ല, രാജിവെച്ച് വേറെ പണി നോക്കണം. എന്നിട്ട് വേറെ ആരെങ്കിലും കഴിവുകളുള്ളവരെ ഏൽപ്പിക്കണം. കോൺഗ്രസിനകത്ത് തന്നെ ഏറ്റവും ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ. സതീശൻ നിങ്ങൾ ഒഴിഞ്ഞിട്ട് വേറെ അതിനകത്ത് കൊള്ളാവുന്ന ആളുകളുണ്ട്, അവരെ പിടിച്ചാക്കട്ടെ എന്ന് മണാ ഗുണമെന്നുള്ള ഒരുമാതിരി ഏർപ്പാട് മതി.